നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ രണ്ട് പെൻഷനും ജൂൺ മാസത്തിൽ എന്നാണ് ലഭിക്കുക, ആർക്കെല്ലാമാണ് ലഭിക്കുക, തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് മാസം 2000 രൂപ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതനുസരിച്ച് തന്നെ നാളെ മുതൽ പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജൂൺ മാസത്തിലെ പെൻഷനായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതുവരെ നമുക്ക് ഒരു മാസം കുടിശ്ശികയില്ലാതെ തന്നെ ഇപ്പോൾ ഏകദേശം 1-2 വർഷത്തോളമായി എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ എസ് ഒന്നും ഇല്ലാത്ത ആളുകൾ നോ ഒന്നും കമ്പനി ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നല്ല അറിയിപ്പുകളല്ല ഇപ്പോൾ വരുന്നത്. സർക്കാർ അത് നിർത്തലാക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി അത് അറിയിച്ചിട്ടില്ല. എന്നായിരിക്കും ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. അനർഹമായി ഒരുപാട് ആളുകൾ ഈ ഒരു പെൻഷൻ കൈപ്പറ്റുന്നതെന്നാണ് ഇപ്പോൾ സർക്കാരിന് മനസ്സിലാകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് തുടരണോ വേണ്ടയോ എന്ന് സർക്കാർ ആലോചിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ സ്വന്തമായി AC ഉള്ളത് കൊണ്ട്, വീട്ടിൽ അതുപോലെ തന്നെ 4 ചക്ര വാഹനമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പെൻഷനുകൾ ഇപ്പോൾ മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് അവരുടെ പെൻഷൻ ഒന്നുകൂടി പരിശോധിക്കും. മക്കളാരെങ്കിലുമാണ് വാഹനം വാങ്ങിയതെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലെ അവസ്ഥ കൂടി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ പ്രസ്താവിക്കുക. വീട്ടിൽ AC ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങുകയില്ല. അത് വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളോളമായി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ മക്കളാരെങ്കിലും ഒരു AC വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള വാഹനം വാങ്ങിയാൽ തന്നെ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 വർഷത്തോളമായി ഇങ്ങനെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ പെൻഷൻ അപ്രൂവൽ ആവാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനു ശേഷം പെൻഷൻ നിർത്തലാക്കിയതുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വളരെ സന്തോഷകരമായ വാർത്തയാണത്. ഏതായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം. ഇങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് വീണ്ടും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ റിജക്റ്റ് ആയ ആളുകൾക്കും ഈ ഒരു കാരണം കൊണ്ട് റിജക്റ്റ് ആയ ആളുകൾക്കും വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയും അവർക്ക് അപ്രൂവൽ ആകുകയും അവർക്ക് പിന്നീട് 2000 രൂപയുടെ പെൻഷൻ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇപ്രാവശ്യം ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും മാസ്റ്ററിങ് പൂർത്തിയാക്കണം. എന്നാൽ ഇങ്ങനെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ മണിക്കൂറോളം വരുന്നതിന് ശേഷം നമ്മൾ ഫിംഗർ പതിപ്പിക്കുന്ന രീതിയിൽ നിന്ന് മാറി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വരുന്ന രൂപത്തിലുള്ള മാസ്റ്ററിങ് ആയിരിക്കും പ്രാവശ്യം വരിക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാർ അതിനൊരു ആപ്ലിക്കേഷൻ പുറത്തിറക്കുകയും ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ മാസ്റ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആപ്ലിക്കേഷനായിട്ടാണ് സർക്കാർ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക. ഇങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും ആ സമയത്ത് വെബ്സൈറ്റിലെല്ലാം തകരാറുകയും ചെയ്യും. അതിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾ ലിങ്ക് ചെയ്യുക. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാനും മറ്റ് സർക്കാരിൻ്റെ ഒരുപാട് സേവനങ്ങൾക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. നമുക്കറിയാം, മസ്റ്ററിങ് പൂർത്തിയാക്കാൻ അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾക്കെല്ലാം ആധാർ കാർഡ് ലിങ്കിങ് നിർബന്ധമാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാം. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഓൾറെഡി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മാറ്റാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ സർക്കാർ ഇപ്പോൾ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കറക്റ്റായി തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ചാനൽ